ഗൾഫിൽ അവധിക്കാലമായതോടെ വിമാന കമ്പനികളുടെ കൊള്ളയും ആരംഭിച്ചു. വിമാന ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കുടുംബമായി വരുന്നവർക്ക് ടിക്കറ്റിനത്തിൽ ലക്ഷങ്ങളാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും സ്കൂളുകൾ അടച്ചു. അവധിക്കാലത്ത് മാതാപിതാക്കളും കുട്ടികളും ഒന്നിച്ച് നാട്ടിലേക്ക് യാത്ര ചെയ്യുമെന്ന് മനസ്സിലാക്കുന്ന വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഒറ്റയടിക്ക് കുത്തനെ കൂട്ടി. ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിലേക്കും കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കും തിരുവനന്തപുരത്തേക്കുമെല്ലാം ശരാശരി 12,000 രൂപയായിരുന്നു ടിക്കറ്റ്. എന്നാൽ ഇപ്പോൾ 25,000-ലധികം രൂപ നൽകിയാൽ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. അബുദാബി, ദുബൈ, ഷാർജ, ദോഹ, കുവൈറ്റ് സിറ്റി തുടങ്ങി ഗൾഫിൽ നിന്നുള്ള എല്ലാ സ്ഥലത്തു നിന്നും നേരത്തെയുള്ളതിനേക്കാൾ ഇരട്ടി പണം നൽകിയാലേ നാട്ടിലെത്താൻ കഴിയൂ. പ്രവാസികളെ പിഴിയുന്ന വിമാന കമ്പനികളെ നിയന്ത്രിക്കണമെന്ന് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഓഗസ്റ്റ് പകുതിയാവുന്നതോടുകൂടി അത് 35,000-40,000 രൂപയ്ക്ക് ആവുന്നത്. അപ്പോൾ ഇത് ജിദ്ദയിലേക്ക് എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഒരു വലിയ കൊള്ള പ്രവാസി സമൂഹത്തോട് നമ്മുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടി നമ്മുടെ സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നിസ്സംഗ മനോഭാവത്തോടു കൂടി ഇതിനെ നോക്കി നിൽക്കുകയാണ്. കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കും വർദ്ധിപ്പിച്ചു. അവധിക്കാലം അവസാനിച്ച് പ്രവാസി കുടുംബങ്ങൾ തിരിച്ചു പോകുന്ന സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും ഭീമമായ ടിക്കറ്റ് നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.